അവർ നോമിനേഷൻ കൊടുക്കാതിരിക്കാനായിട്ട് അവരുടെ നാമനിർദ്ദേശത്തെ പിന്താങ്ങുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുക, വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വ്യാപകമായിട്ട് ഒഴിവാക്കുക, ഈ കാര്യങ്ങൾ വ്യാപകമായിട്ട് പാലക്കാട് ജില്ലയിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, പാലക്കാട് നഗരസഭയെ സംബന്ധിച്ച് നഗരസഭയിലെ BJPയുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊക്കെ വ്യാപകമായിട്ട് ദുഷ്പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി പാലക്കാട് നഗരസഭയിൽ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് നിങ്ങളെല്ലാം കണ്ടതാണ്. 45 സ്ഥാനാർത്ഥികളെ ഒറ്റയടിക്ക് ഞങ്ങൾ യാതൊരു വിധത്തിലുള്ള തർക്കങ്ങളുമില്ലാതെ ഐക്യകണ്ഠേന പ്രഖ്യാപിച്ചു. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചോളം ഒരു തലമുറ മാറ്റം, യുവരക്തങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടുള്ള, സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പാലക്കാടിൻ്റെ ഒരു പരിച്ഛേദം തന്നെ പറയാം, നഗരത്തിലെ പരിച്ഛേദം തന്നെ പറയാം. എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റാണ് പ്രഖ്യാപിച്ചത്. മറ്റ് 2 രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചോളം പല ഭാഗത്തും അവർക്ക് സ്ഥാനാർത്ഥികളെ കിട്ടാത്ത സ്ഥിതിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചോളം പാലക്കാടിൻ്റെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇത്രയേറെ ദുർഗതി നേരിട്ടില്ല. 3-4 ഘട്ടങ്ങളായിട്ടാണ്. ഇനിയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായിട്ടില്ല. കോൺഗ്രസിനുള്ളിൽ വലിയ കലഹമാണ്. കോൺഗ്രസിൻ്റെ മുൻ കൗൺസിലർ, പാർട്ടിയുടെ ജില്ലാ നേതാവ് അടക്കമുള്ള ആളുകൾ, 50ഓളം പ്രവർത്തകരും പാലക്കാട് നഗരത്തിൽ രാജിവെച്ചിട്ടും അതിനെ സംബന്ധിച്ചിട്ടുള്ള യാതൊരു വാർത്തയും മാധ്യമങ്ങൾ കൊടുക്കുന്നില്ല. പക്ഷേ ഇല്ലാത്ത ദുഷ്പ്രചരണങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. പാലക്കാട് നഗരസഭയുടെ മുൻ വൈസ് ചെയർമാൻ ശ്രീ അഡ്വക്കേറ്റ് കൃഷ്ണദാസിനെതിരായിട്ട് വ്യാപകമായിട്ട് ഒപ്പുശേഖരണം നടത്തുന്നു. അതിൽ പക്ഷത്തിൻ്റെ പേര് പറയുക. ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കി, ഭാരതീയ ജനതാ പാർട്ടിയിൽ ശ്രീ JP നദ്ദ നേതൃത്വം നൽകുന്ന ഒരു പക്ഷവും മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലും പാലക്കാട് ജില്ലയിൽ ശ്രീ പ്രശാന്ത് ശിവൻ്റെ നേതൃത്വത്തിലുമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. ഇല്ലാത്ത ദുഷ്പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കാനാണ് ഞങ്ങളിത് വിളിച്ചത്. ഈ ഒപ്പുശേഖരണത്തെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനോ ജില്ലാ കമ്മിറ്റിക്കോ യാതൊരു വിധത്തിലുള്ള പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും, എല്ലാ മുനിസിപ്പാലിറ്റികളിലും, പഞ്ചായത്തുകളിലെല്ലാം സംസ്ഥാന നേതൃത്വം നിശ്ചയിച്ചതനുസരിച്ച് വാർഡുകളിൽ നിന്നും വാർഡ് കമ്മിറ്റി കൂടി, ഇലക്ഷൻ മാനേജ്മെൻറ്റ് കമ്മിറ്റി കൂടി, അവിടെ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ മണ്ഡലം കോർ കമ്മിറ്റി ചർച്ച ചെയ്ത്, ജില്ലാ കോർ കമ്മിറ്റി ചർച്ച ചെയ്ത്, സംസ്ഥാനത്തിൻ്റെ ഇൻചാർജായിട്ടുള്ള ആളോട് ഇവിടെ കൂടി കൺസൾട്ടേഷനോട് കൂടിയിട്ടാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് ആകെ മുൻഗണന ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണോ അവരെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ്. ഭാരതീയ ജനതാ പാർട്ടി ജനകീയരായിട്ടുള്ള, കഴിവുറ്റ, ജനങ്ങളുടെ പിന്തുണ 100% ലഭിക്കുന്ന ഉറപ്പുള്ള വിജയസാധ്യതയുള്ള ആളുകളെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചോളം പാലക്കാട് നഗരത്തിലെ ജനങ്ങൾക്കറിയാം, എന്ത് ദുഷ്പ്രചരണങ്ങൾ ഉണ്ടായാലും ശരി, ഇത്തവണ ഞങ്ങൾ 30-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് പാലക്കാട് നഗരത്തിൽ 3ാം വട്ടവും ഞങ്ങൾ അധികാരത്തിൽ വരും. പാലക്കാട് നഗരത്തിലെ ജനങ്ങൾ വികസനം എന്താണെന്ന് കാണാൻ തുടങ്ങിയത് കഴിഞ്ഞ 10 വർഷക്കാലത്തല്ല. 30 വർഷം കോൺഗ്രസ് ഭരിച്ചു. 30 വർഷക്കാലം കേന്ദ്രത്തിലും കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ അധികാരത്തിലുണ്ടായിട്ടുണ്ട്. ഇവിടുന്ന് കോൺഗ്രസിൻ്റെ MP മാരുണ്ടായിട്ടുണ്ട്, കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. പക്ഷെ പാലക്കാട് നഗരത്തിന് ഇത്രയേറെ കേന്ദ്ര പദ്ധതികൾ ലഭിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. പതിറ്റാണ്ടുകളായിട്ടുള്ള പാലക്കാട് നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് ഞങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പാലക്കാട് നഗരത്തിലെ ഫുട്പാത്തുകൾ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നവീകരിച്ചു. പാലക്കാട് നഗരത്തിലെ തകർന്നു കിടക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ പാലക്കാട് നഗരത്തിലെ സമസ്ത മേഖലയിലും വികസനം എത്തിച്ച ഒരു ഭരണകാലഘട്ടമായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം. പാവപ്പെട്ട ആളുകൾക്കുള്ള ഭവന നിർമ്മാണ പദ്ധതി, കേരളത്തിൽ ഏറ്റവും അധികം പാവപ്പെട്ടവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വീട് കൊടുത്ത ഒരു നഗരസഭ പാലക്കാട് നഗരസഭയാണ്. വഴിയോര കച്ചവടക്കാർക്ക് ലൈസൻസ് ആദ്യമായി കൊടുത്തത് പാലക്കാട് നഗരസഭയാണ്. ഏറ്റവും കൂടുതൽ വഴിയോര കച്ചവടക്കാർക്ക് PM സ്വനിധി പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ
സഹായം, ബാങ്ക് ധനസഹായം വാങ്ങിക്കൊടുത്തതും പാലക്കാട് നഗരസഭയാണ്. അങ്ങനെ എല്ലാ രംഗങ്ങളിലും പാലക്കാട് നഗരസഭ മികച്ച പ്രവർത്തനം കഴിച്ച 10 വർഷക്കാലമായിട്ട് കാഴ്ചവെച്ചിട്ടുണ്ട്. അത് പാലക്കാടിലെ ജനങ്ങൾക്കറിയാം. എന്തു ദുഷ്പ്രചരണങ്ങൾ ഉണ്ടായാലും ശരി, പാലക്കാടിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടാണ് വിധി എഴുതുക. ഞങ്ങളുടെ ഉള്ളിൽ യാതൊരു വിധത്തിലുള്ള തർക്കങ്ങളുമില്ല. ഞങ്ങൾ ഐക്യകണ്ഠേനയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചത്. ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കും. പുതിയ വാർഡുകൾ ഞങ്ങൾ പിടിച്ചെടുക്കും. കോൺഗ്രസിൻ്റെ പല വമ്പന്മാരെയും നിലം പരിശാക്കും ഇത്തവണയും ഞങ്ങൾ എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അതിൽ തർക്കമില്ല. നിങ്ങൾ ഈ ഇല്ലാത്ത കഥകൾ പറയുന്ന സമയത്ത് വളരെ സ്വാഭാവികമാണ്. അല്ല, 2000 നിങ്ങൾ മാധ്യമങ്ങളിൽ ഈ വാർത്ത വരുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ആ വാർഡിൽ 2700-ലധികം വോട്ടർമാരുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും ഒരു ശക്തി കേന്ദ്രമാണ് പട്ടിക്കരി ആ പ്രദേശങ്ങളിൽ. നിങ്ങൾ പറയുന്ന ഒപ്പുശേഖരണം നടത്തിയത് ഒന്നുകിൽ BJP ഓഫീസിൽ കിട്ടണം, അല്ലേ? പരാതി പ്രശാന്ത് ശിവൻ ജില്ലാ പ്രസിഡന്റ്, അദ്ദേഹത്തിന് ഇതുവരെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല. പിന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘം തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഇടപെടാത്ത സംഘടനയാണെന്ന് ഈ രാജ്യത്തെ എല്ലാവർക്കും അറിയാം. ആ RSSന് പരാതി കൊടുത്തു എന്നൊക്കെ വെള്ള പേപ്പറിൽ ആരെങ്കിലും എഴുതി അത് കാണിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനോ സംസ്ഥാന അധ്യക്ഷനോ പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ പരാതി ഒപ്പുശേഖരണം നടത്തിയ ആളുകളെ സംബന്ധിച്ച് ഞങ്ങൾ അന്വേഷിക്കണം. വെറും മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അന്വേഷിക്കാൻ കഴിയില്ല. അതിൽ ക്ലാരിഫിക്കേഷൻ തരാനാണ് ഞങ്ങൾ 3 ആളും കൂടി ഇരുന്നത്. സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് RSS ജില്ലാ കാര്യാലയത്തിലേക്ക് ഒരു കത്തയക്കുന്ന രൂപത്തിൽ 117 പേര് ഒപ്പിട്ടിരിക്കുകയാണ്. നിങ്ങൾ പറയുന്നു അത് BJP പ്രവർത്തകരല്ല, RSS ഇതിൽ ഇടപെടാറില്ല. അങ്ങനെയാണെങ്കിൽ അത് ഒരു പോലീസ് അന്വേഷണം വേണ്ടതല്ലേ? അല്ല, നിങ്ങൾ ഞങ്ങളുടെ ആ കത്ത് കിട്ടിയാലല്ലേ ഞങ്ങൾ അന്വേഷിക്കാൻ പറ്റുള്ളൂ. ആരാ ഒപ്പിച്ചത്? ഞാൻ ചോദിക്കട്ടെ ഇതിപ്പോ നാളെ അല്ല, അതായത് ഞങ്ങളിപ്പോ ഞാൻ അതിന് ഉത്തരം പറയാം. ഒരു മിനിറ്റ്. ഞങ്ങളിപ്പോൾ എല്ലാവരും തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള ഒരു ഓട്ടത്തിലാണ്. ഇതുപോലെ ഞങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇതുപോലെ ഞങ്ങളുടെ സമയം കളയാൻ വേണ്ടി പല വ്യാജ പ്രചരണങ്ങളും വ്യാജ കത്തുകളും വ്യാജ ഒപ്പുശേഖരണമൊക്കെ നടത്തുമ്പോൾ ഞങ്ങൾക്കിപ്പോൾ അതിൻ്റെ പിന്നാലെ പോകാൻ ഇപ്പോൾ സമയമില്ല. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുമൊക്കെ വളരെ സമാധാനത്തിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പരാതിയൊക്കെ കൊടുത്തിട്ട് ഇതാരൊക്കെ ഒപ്പിട്ടെന്നൊക്കെ നമുക്ക് അന്വേഷിക്കാം. അല്ലാതെ ഇതില് ഇത്തരം നാഥനില്ലാത്ത പരാതികൾ BJP പ്രവർത്തകരാണെങ്കിൽ, BJPയുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് BJPയുടെ ജില്ലാ ഓഫീസർ അറിയും, ജില്ലാ പ്രസിഡന്റിനെ അറിയും. അദ്ദേഹം ആ പ്രദേശത്തുകാരനാണ്, തൊട്ട് കിടക്കുന്ന അദ്ദേഹത്തിന് വീട്ടിലെങ്കിലും പോയി കൊടുക്കാമല്ലോ. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന വാർത്തകളുടെ പിന്നാലെ ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല. വൈസ് ചെയർമാൻ പറഞ്ഞല്ലോ, കൃഷ്ണദാസ് പറഞ്ഞല്ലോ, ഇതിൻ്റെ പിന്നാലെ പോകാൻ ഞങ്ങൾക്ക് സമയമില്ല. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും. ഈ കത്തൊക്കെ ഇതൊന്നും തെളിവില്ലാതെ പോവില്ലല്ലോ, മാഞ്ഞു പോയില്ലല്ലോ. 1 മാസം കഴിഞ്ഞാൽ നിയമ നടപടി സ്വീകരിക്കാമല്ലോ. അല്ല, അതായത് ഇതിൽ ഒന്നാമത് എന്തറിയോ, ഈ പറയുന്ന ആളുകൾ ആരാണെന്ന് അറിയില്ല. അതായത് ഒരു മിനിറ്റ് ഈ പറയുന്ന ആളുകൾ ഇവരൊക്കെ തന്നെ ഇങ്ങനെ ഒരാളുണ്ടോ, അവരുടെ ഒപ്പാണോ എന്നും അറിയില്ല. അപ്പോൾ അതിപ്പോൾ ഈ പറയുന്ന ആദ്യം നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഓൺലൈൻ മാധ്യമത്തിലാണ് ഈ വാർത്ത വരുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും പോലീസ് വിളിപ്പിക്കുക, പത്രമാധ്യമ സുഹൃത്തിനാണ് ആദ്യം വിളിപ്പിക്കുക. അപ്പോൾ അതിനൊന്നും ഇപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നില്ല. ഇത് കഴിയട്ടെ, തെരഞ്ഞെടുപ്പ് കഴിയട്ടെ. അവിടെ 117 പേരാണ് ഈ കത്തിൽ ഒപ്പിട്ടത്. സ്വാഭാവികമായിട്ടും ജില്ലാധ്യക്ഷന് അതൊരു അന്വേഷണം പ്രഖ്യാപിക്കാം. അന്വേഷണത്തിൽ ഓൺലൈൻ മാധ്യമത്തോട് ചോദിക്കാം. ഇനി നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ അങ്ങനെ മുന്നോട്ട് പോകാം. അതിൽ ഒരുപാട് അവസരങ്ങളില്ല. അതിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞവരെ കാത്തിരിക്കേണ്ട അവസ്ഥയുണ്ട്. മറുപടി പറയട്ടെ. ഇപ്പൊ ഞങ്ങളുടെ മുന്നിൽ വരാനിരിക്കുന്നത് 2025 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വാർഡുകളിലെ വിജയത്തിനാണ്. ഇവിടെ നേരത്തെ സംസാരിച്ച രണ്ടുപേരും വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. പാർട്ടി ശ്രദ്ധിക്കുന്നത് വാർഡുകൾ വിജയിക്കാനാണ്. ഇവിടെ പരാതികൾ എടുക്കാനോ പരാതികളുടെ പുറകിൽ പോകാനോ അല്ല.
ഇവിടെ വാർഡുകൾ വിജയിക്കുന്നതിന് എന്തൊക്കെ സമവാക്യങ്ങളാണ് ശരിയാക്കേണ്ടത്, ആ സമവാക്യങ്ങൾ ശരിയാക്കി ശക്തമായ രീതിയിൽ പാർട്ടി മുന്നോട്ട് പോകുന്നുണ്ട്. 2, നിങ്ങൾ ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് സത്യത്തിൽ ഇവിടെയല്ല. കോൺഗ്രസ് ഓഫീസിൽ 51 പേര് രാജിവെച്ച് പരസ്യമായി പുറത്തു പോയിട്ടുണ്ട്. അവിടെ ഒരു മിനിറ്റ് അവിടെ അതിനുള്ള മറുപടി കോൺഗ്രസ്സുകാർ പറയണം. ഇവിടെ ഏതൊക്കെ മാധ്യമങ്ങളിൽ ഈ 51 പേര് പുറത്തുപോയി എന്ന് പറയുന്ന വാർത്ത കൊടുക്കുന്ന അളവും ഇവിടെ ആളില്ലാത്ത മുഖമില്ലാത്ത ഒപ്പ് കൊടുക്കുന്ന വാർത്തയുടെ അളവും രണ്ടും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയുള്ള ജനങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ആരൊക്കെ എന്തൊക്കെ അജണ്ട വെച്ചുകൊണ്ടാണ് വാർത്തകൾ കൊടുക്കുന്നത് എന്നുള്ളത്. ഇവിടെ 51 പേരൊരു വാർഡ് കമ്മിറ്റിയിൽ നിന്ന് കോൺഗ്രസിന്റെ ജില്ലാ നേതാവ് ഉൾപ്പെടെ മുൻ നഗരസഭാ കൗൺസിലർ ഉൾപ്പെടെ രാജിവെച്ച് പോയിരിക്കുന്നു. അത് എത്രത്തോളം ഇവിടെ പൊതുസമൂഹത്തിൽ വാർത്തയാക്കുവാനായിട്ട് മാധ്യമങ്ങൾ അതിനു വേണ്ട മുൻകൈ എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 117 പേര് ഒപ്പിട്ടു എന്ന് പറയുന്നു. അങ്ങനെ 117 പേര് ആരാണ് ഈ 117 പേര്? അപ്പൊ ഇതിനകത്ത് ഇതിന്റെ പുറകിലൊന്നും 51 പേർ രാജിവെച്ചതിന്റെ പുറകിൽ പോകാനും BJP ഇപ്പൊ തയ്യാറല്ല. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് പോകാനും BJP തയ്യാറല്ല. BJPയുടെ സ്റ്റാൻഡ് വളരെ കൃത്യമാണ്. വാർഡുകൾ വിജയിക്കുക, ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുക, വിജയിച്ച ജനങ്ങളെ സേവിക്കുക, അതുമാത്രമാണ് പാർട്ടിയുടെ മുന്നിൽ ഇപ്പോൾ ഉള്ള വഴി. അല്ല, BJP ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് നിലവിലുള്ള 28 വാർഡും ശക്തമായ ഭൂരിപക്ഷത്തോട് BJP നിലനിർത്തും. അതോടൊപ്പം ഇവിടെ നിലവിലുള്ള BJP ഇതര കൗൺസിലർമാർ വിജയിച്ചിട്ടുള്ള പല വാർഡുകളും BJP ആ വാർഡുകളിലും വികസനത്തിന്റെ സന്ദേശം എത്തിക്കുന്ന രീതിയിൽ BJP വിജയിച്ചു വരും. നിങ്ങളൊരു ശക്തി കേന്ദ്രമാണ് പട്ടിക്കര എന്ന് പൊതുവെ നിങ്ങൾ പറയാറുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കയറിയിട്ടെങ്കിൽ 117 പേരുടെ ഒപ്പ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഇവിടെ വാർഡ് വിജയിക്കണം എന്നാണോ നമ്മൾ ആഗ്രഹിക്കേണ്ടത്, അതോ പരാതി കൊടുക്കണം എന്നാണോ ആഗ്രഹിക്കേണ്ടത്? വാർഡ് പാർട്ടി എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ പാർട്ടിയുടെ ശ്രദ്ധ വാർഡുകൾ വിജയിക്കുന്നതിലാണ്, സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിലാണ്, വീട് കയറുന്നതിന്റെ പുറകിലാണ്. ശക്തമായ പ്രവർത്തനം നടത്തി വാർഡിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പാർട്ടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഒരു മിനിറ്റ്. BJPയുടെ മുൻ വൈസ് ചെയർമാനും നിലവിലുള്ള വൈസ് ചെയർമാനും സംസ്ഥാന ട്രഷററുമായിട്ടുള്ള ഒരാൾ പാർട്ടി മത്സരിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ വാർഡിൽ 100% പാർട്ടിക്ക് സാധ്യതയുള്ള വാർഡാണ്. ആ വാർഡിൻ്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളൂ. ആ വാർഡിലെ വോട്ടർമാരെ പരിശോധിച്ച് വോട്ടർ ലിസ്റ്റ് നിങ്ങൾ പരിശോധിച്ച് നോക്കി. മറ്റുള്ള പാർട്ടിക്കാർ ആ വാർഡിൽ ഉണ്ടാവും. മറ്റുള്ള പാർട്ടിക്കാർ ഒപ്പിട്ട് കൊടുക്കാമല്ലോ. നിങ്ങൾ ഡിസംബർ മാസം 13-ാം തീയതി റിസൾട്ട് രാവിലെ വരുമല്ലോ 10:30 മണിക്ക്. നമുക്ക് മുനിസിപ്പൽ ഓഫീസ് ആ വാർഡിലത്തെ ഭൂരിപക്ഷം എത്രയാണെന്ന് നിങ്ങൾ ഡിസംബർ മാസം 13-ാം തീയതി രാവിലെ 10:30 മണിക്ക് നമുക്ക് മുനിസിപ്പൽ ഓഫീസ് കോമ്പൗണ്ടത്തിൽ വെച്ച് കാണാം. ഒരു വോട്ടർക്കെങ്കിലും 117 പേര് ഇപ്പോൾ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ മാറ്റാൻ ഇപ്പോൾ ജില്ലാ നേതൃത്വത്തിന്റെ നടപടി ഭാഗമായിട്ട് ഉണ്ടാവേണ്ടതല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. അവിടെ വാർഡിനകത്ത് ഈ കൺഫ്യൂഷൻ പത്രക്കാരുടെ മുന്നിലോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നിലോ പ്രതികരണം നടത്തിയിട്ടല്ല ഇത് ചെയ്യേണ്ടത്. അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ആർക്കൊക്കെ എന്തൊക്കെ പറയാനുണ്ട് എന്നുള്ളത് അദ്ദേഹം വിശദമായി തന്നെ എല്ലാ വീടും കയറുന്നുണ്ട്, എല്ലാവരുടെ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്നുണ്ട്. സ്ഥാനാർത്ഥി എവിടെയും പോയിട്ടില്ല. ഇന്നും പ്രചരണത്തിന് ഇറങ്ങിയിരുന്നില്ല. ഇന്ന് കാലത്തും ഇന്ന് ഉച്ചയ്ക്ക് ഈ പത്രസമ്മേളനത്തിന് വരുന്നതിന് തൊട്ടുമുന്നെയും അദ്ദേഹം വീട് കയറിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരവും വാർഡിലോട്ടാണ് പോകുന്നത്. അവിടെയുള്ള ജനങ്ങളുടെ വോട്ടർമാരുടെ എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി പറയുന്നുണ്ട്, പാർട്ടി മറുപടി പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് എവിടെയാണ് പ്രശ്നം? ഒരു ഓൺലൈൻ മാധ്യമത്തെ ഏതെങ്കിലും ഒരു BJPയുടെ നേതാവ് ഉപയോഗിച്ചോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്താ ഏതെങ്കിലും ഒരു ഓൺലൈൻ മാധ്യമത്തെ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു BJP നേതാവാണ് അത് ചെയ്തത്? ആരാ പറയേണ്ടത്? ഞാൻ രാവിലെ തന്നെ ഞാൻ സൂചിപ്പിച്ചതാണ്, നിങ്ങളുടെ എല്ലാവരുടെയും ആകാംക്ഷയും നിങ്ങളുടെ എല്ലാവരുടെയും കരുതലും സ്നേഹവും ഒക്കെ കാണുന്ന സമയത്ത് സത്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിലെ നേതാക്കന്മാരായ ഞങ്ങൾക്ക് സത്യത്തിൽ വലിയ അഭിമാനമാണ്. പാലക്കാട്ടിലെ പത്രമാധ്യമ സുഹൃത്തുക്കൾ ഞങ്ങളോട് വലിയ കരുതലാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ചില സംശയങ്ങൾ, ഒരു മിനിറ്റ് ജയരാജ്, ഞാൻ പൂർത്തീകരിച്ച് വെച്ചോളൂ. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആ ഓൺലൈൻ മാധ്യമ സുഹൃത്തിനോട് തന്നെ നിങ്ങൾ ചോദിച്ച് സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി.
പാർട്ടിയിൽ നിന്ന് പറയുമ്പോൾ ഈ നിലവിലെ ചെയർപേഴ്സൺ ആയിരുന്ന പ്രമീള ശശിധരൻ തുറന്നു പറയുകയാണ്, ഏകപക്ഷീയമായ സ്ഥാനാർത്ഥി പട്ടികയാണ് അത്, കൃഷ്ണകുമാർ പക്ഷത്തിന് അനുകൂലമായ ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് പ്രഖ്യാപിച്ചത്, അതിൽ അതൃപ്തി ഉണ്ടെന്ന് പരസ്യമായി പറയുകയാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, നിലവിലെ ചെയർപേഴ്സൺ ആണ്. അത് ചെറിയ സാഹചര്യമായിട്ട് കാണുന്നുണ്ട്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് വാർഡുകളിൽ നിന്ന് പേര് ശേഖരിക്കുന്നു, മണ്ഡലം കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുന്നു, ജില്ലയിൽ ചർച്ച ചെയ്യുന്നു. ഞങ്ങൾ മൂന്നാളും ജില്ലാ കോർ കമ്മിറ്റിയിലൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ ഞങ്ങൾ എത്ര സ്മൂത്തായിട്ടാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം ഞങ്ങൾ മണിക്കൂറുകൾക്കുള്ളിലാണ് പൂർത്തീകരിച്ചത്. കോൺഗ്രസോ എത്ര ദിവസമായി കോർ കമ്മിറ്റിയും രാത്രി ഉറക്കമൊഴിച്ചിരുന്നിട്ട് കോർ കമ്മിറ്റി കൂടിയിട്ട് ഇനിയും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. നിങ്ങൾ ഈ പാലക്കാട് നഗരസഭ വർഷങ്ങളോളം ഭരിച്ച ഒരു പാർട്ടിക്ക് ഇപ്പോഴും സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ വളരെ സ്മൂത്തായിട്ട് പൂർത്തീകരിച്ച് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഫീൽഡിൽ ഇറങ്ങിയ സമയത്ത് അസൂയ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. അത് അല്ല, അസൂയുള്ള ആളുകളുടെ ന്യൂസുകൾ വരുന്നുണ്ട്. കൊടുക്കാൻ ന്യൂസ് വാർത്ത കൊടുക്കുന്ന ആളുകൾ ഞങ്ങളെ ഞങ്ങള് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇതിലേ അല്ല അജിത്തെ, അല്ല ഞങ്ങളുടെ പാർട്ടിയിൽ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഈ ഇരിക്കുന്ന ആർക്കും ഒരു സംശയമില്ല, ഞങ്ങളുടെ താഴെത്തട്ടുള്ള പ്രവർത്തകർക്ക് സംശയമില്ല. അതിന് എന്താണ് സിസ്റ്റം എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. കൃഷ്ണകുമാർ വിചാരിച്ചാൽ ഒരാളെ സ്ഥാനാർത്ഥിയാക്കാനും ഒഴിവാക്കാനും കഴിയില്ല. കൃഷ്ണദാസ് വിചാരിച്ചാലും സ്ഥാനാർത്ഥിയാക്കാനും ഒഴിവാക്കാനും കഴിയില്ല. അദ്ദേഹം ഞാനൊക്കെ മത്സരിക്കുന്നില്ല തീരുമാനിച്ചു, പാർട്ടി തീരുമാനം വന്നു, മത്സരിക്കണം തീരുമാനം വന്നു, അദ്ദേഹം മത്സരിച്ചു. നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, കൃഷ്ണകുമാർ ചെയർമാനാവാൻ വേണ്ടി കളിക്കുന്നു പറഞ്ഞിട്ട് വാർത്ത കൊടുത്തില്ലേ? കൃഷ്ണകുമാർ മത്സരിക്കുന്നില്ല പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞു, പ്രശാന്ത് ശിവന് മത്സരിച്ചില്ല. ഇപ്പോൾ കൃഷ്ണദാസിനെ പരാജയപ്പെടുത്താൻ പറഞ്ഞു കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ അടുത്ത വാർത്ത എന്താണ്? ഡിസംബർ മാസം 13 കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് പാലക്കാട് നഗരസഭയുടെ ചെയർമാനാവാൻ BJPയിൽ കൂട്ടടി പറഞ്ഞിട്ട് കൊടുക്കും. ചെയർമാനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൊടുക്കും. അപ്പോൾ നിരന്തരമായ വാർത്ത വരും. ഞങ്ങൾ നേരത്തെ കൃഷ്ണദാസ് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഇത്രയേറെ പ്രാധാന്യം തരുന്ന മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഞങ്ങൾ വലിയ നന്ദിയിട്ടുണ്ട്. കാരണം കേരളത്തിലെ 23,000 വാർഡുകളിൽ എല്ലാ മത്സരം നടക്കുന്നുണ്ട്. പക്ഷേ പാലക്കാട് നഗരസഭയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം നൽകുന്നതിൽ ഞങ്ങൾക്ക് നന്ദിയുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾക്ക് എല്ലാ സമയത്തും വേണം. ഞങ്ങൾ പ്രമീള ശശിധരൻ അവർക്ക് സ്വന്തം വാർഡിലെ സ്ഥാനാർത്ഥിയെ പോലും അവർ അറിഞ്ഞത് 3 മണിക്കാണ്. അതിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുൻപാണെന്ന് പറയുന്നു. ഏകപക്ഷീയമായ സ്ഥാനാർത്ഥി പട്ടികയാണ് എന്ന് അവർ പറയുന്നു. അപ്പൊ നഗരം ഭരിക്കുന്ന ഒരു അധ്യക്ഷയാണ് ഈ രീതിയിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അത് ഒരു ഗൗരവമായി കാണുന്നില്ല. അല്ല, അത് ഞാൻ ഉത്തരം പറയാം. അതായത് ചർച്ച ഈ പാർട്ടിയിലൊരു സിസ്റ്റമുണ്ട്. ആ ചർച്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഫൈനലൈസ് സ്റ്റേറ്റിൻ്റെ ഒരു അപ്രൂവൽ കിട്ടിയിട്ട് ഞാനും അറിയുന്നത് 3 മണിക്കാണ്. അപ്പോൾ പാർട്ടിയിലുള്ള സിസ്റ്റം അത് എങ്ങനെയാണോ പാർട്ടിയിലൊരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് അത് പാലിച്ചു വരിക എന്നേ ഉള്ളൂ. ഞാനും പറഞ്ഞിട്ടില്ല. പാർട്ടിയിലെ അതായത് ഞാനും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ സിസ്റ്റം പറഞ്ഞല്ലോ, ഞങ്ങളുടെ സിസ്റ്റം അതായത് ഫൈനൽ ലിസ്റ്റ് ഒരു വാർഡിൽ 2, 3, 4 ആളുകളുണ്ട്. ഇത് ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി ആർക്ക് കൊടുക്കണം, സെക്കൻഡ് പ്രയോറിറ്റി ആർക്ക് കൊടുക്കണം എല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് ലിസ്റ്റ് പോയി അന്തിമ തീരുമാനം എടുക്കുന്നത് ആ എടുത്ത ആളുകൾ അയക്കുമ്പോൾ നമ്മളും ആ സമയത്ത് അറിയുന്നുള്ളൂ. അല്ല ഞാൻ ഇതിൽ ഇപ്പോൾ മനസ്സിലായല്ലോ. തകരാറില്ല, നിങ്ങൾ ഇത് ഞാനടക്കമുള്ള ആളുകൾ, ഞാൻ കൃഷ്ണദാസ് ജില്ലാ പ്രസിഡന്റ് എല്ലാവരും അറിയുന്നത് 3 മണിക്കാണ്. 3 മണിക്ക് ഇത്തരത്തിലൊരു ലിസ്റ്റ് വന്നിട്ട് 5 മണിയാകുമ്പോഴേക്കും ആയിരങ്ങളെ അണിനിരത്തിയുള്ള ഒരു കൺവെൻഷൻ നടത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി അല്ലാതെ പാലക്കാട് നഗരത്തിൽ ആരുണ്ട്? ഒരു മിനിറ്റ്. അവിടെ വന്നിട്ടുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ടായിരുന്ന ആളുകൾ 1000 പേരിൽ വിവിധ വാർഡുകളിൽ നിന്നായിട്ട് നിരവധി ആളുകളുണ്ട്. എന്തെങ്കിലും ഒരു അപശബ്ദം കോൺഗ്രസ്സിലാണെങ്കിൽ പ്രായരിയിൽ കൂട്ടടിയല്ലേ നടക്കുന്നത്, അവിടെ എന്തെങ്കിലും ഒരു അപസ്വരം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയോ? 45 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു,
3 മണിക്ക് അറിയിച്ച് കൺവെൻഷൻ ഉണ്ടെന്ന് അറിയിക്കുന്നു, എല്ലാവരും അവിടെ വരുന്നു, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. ഒരു അപശബ്ദം ഉണ്ടായിരുന്നുവല്ലോ അല്ലേ അവിടെ ഫുള്ളായിട്ട്? സ്ഥാനാർത്ഥികൾ പേര് വായിക്കുമ്പോൾ അറിയണത് അവർ സ്ഥാനാർത്ഥിയാണെന്ന്. ആ സിസ്റ്റമാണ് അവർ പറഞ്ഞല്ലോ നിങ്ങളോടൊക്കെ വളരെ വ്യക്തമായിട്ട്. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ തറവാട് അമ്പലത്തിൽ പൂജയ്ക്കാണ്, പൂജയിലായിരുന്നു. നിങ്ങൾ ഓരോരുത്തരായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയും. ഇത് നിങ്ങളുടെ കൂട്ടത്തോടെ ചോദിച്ചിട്ട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യം എന്റെ സ്വന്തം വാർഡിനെ പോലും അറിഞ്ഞില്ല. 3 മണിക്കാണ് ആ കാര്യങ്ങൾ അറിയുന്നത്. അതിൽ മനോവിഷമം ഉണ്ടായതുകൊണ്ടാണ് കൺവെൻഷന് പങ്കെടുക്കാഞ്ഞതെന്നാണ് പ്രമിള ശശിധരൻ. അല്ല, ഇപ്പോൾ കൃഷ്ണദാസ് വക്കീൽ പറഞ്ഞല്ലോ ഞങ്ങളുടെ എങ്ങനെയാണ് സ്ഥാനാർത്ഥി നിർണ്ണയം, എത്ര മണിക്കാണ് സ്ഥാനാർത്ഥി ലിസ്റ്റ് ഫൈനലൈസ് ചെയ്ത് അതിൻ്റെ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം 3 മണിക്ക് അറിയുന്നത്, ഞാൻ 3 മണിക്ക് അറിയുന്നത്, പ്രശാന്ത് ശിവൻ 3 മണിക്ക് അറിയുന്നത്. 3 മണിക്കാണ് ഞങ്ങൾ എല്ലാ ആളുകളെയും ഫോണിൽ വിളിച്ച് പറയുന്നത്. സ്ഥാനാർത്ഥി കൺവെൻഷൻ, തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ എന്നാണ് എല്ലാവരും അറിയിക്കുന്നത്. അവിടെ വന്ന ശേഷമാണ് ഞാൻ ആരെ സ്ഥാനാർത്ഥിയാണെന്ന് എല്ലാവരും അറിയുന്നത്. അതാണ് ഞങ്ങളുടെ സിസ്റ്റം. ആ പാർട്ടിയുടെ തീരുമാനം വന്നാൽ ആ തീരുമാനത്തോടൊപ്പം നിൽക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ പ്രവർത്തകരെന്നുള്ളത് നിങ്ങളെല്ലാവരും ബോധ്യമായതല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ. 25 വർഷമായിട്ട് സിസ്റ്റത്തെ പറ്റി അറിയാത്ത ഒരു ചെയർപേഴ്സൺ ആയിരുന്നു അവർ ചെയർപേഴ്സൺ ആണല്ലോ. പാർട്ടിയിലെ അവര് ഞാൻ 2000 തൊട്ട് ഞാനും കൗൺസിലർ. താങ്കൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അറിയാത്തതുകൊണ്ടാണ്. ജയരാജനെ അറിയാം. 2000 തൊട്ട് പാലക്കാട് നഗരസഭയിൽ ഞാൻ കൗൺസിലറായിരുന്നു, താങ്കൾ ഇല്ലാത്തതുകൊണ്ട് അറിഞ്ഞില്ല, അതുകൊണ്ടാണ്. ജയരാജ് പറഞ്ഞു കൊടുക്കുക കേട്ടോ. മനോരമ എന്താ അറിയോ, ഇതിനകത്ത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പാർട്ടിയുടെ കാൻഡിഡേറ്റിന്റെ എങ്ങനെയാണ് നിർണയം എന്നുള്ള പ്രൊസീജിയറിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ഈ വിഷയത്തിൽ ബോധപൂർവം ഇവിടെ ചർച്ചയിൽ നിന്ന് വിസ്മരിക്കപ്പെടുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതുകൂടെ സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 51 പേര് രാജിവെച്ച വിഷയത്തെക്കുറിച്ച് ഇവിടുത്തെ മാധ്യമങ്ങൾ എത്രത്തോളം ആ വാർത്തയ്ക്ക് നൽകുന്ന ഗൗരവമുണ്ട്. ഇവിടെ ഒരു വിഷയത്തിന് BJPയെ കുറിച്ച് കൊടുക്കുന്ന വാർത്തയുടെ അത്രയും കരുതലും സ്നേഹവും എന്തുകൊണ്ട് അതിലോട്ട് കൊടുക്കുന്നില്ല. 2, പിരായിരി പോലുള്ള പഞ്ചായത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ കലഹം, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന പാലക്കാടിന്റെ MLA അദ്ദേഹം ഇന്നലെ കണ്ണാടി പഞ്ചായത്ത് തന്നെ ആയിരുന്നില്ലേ, കണ്ണാടി പഞ്ചായത്തിലെ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ യോഗത്തിൽ തന്നെയാണല്ലോ അദ്ദേഹം പങ്കെടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിരവധിയായ ആഭ്യന്തര പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ആ വാർത്തകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം എത്രത്തോളം നിങ്ങളുണ്ട് എന്നുള്ളതും ഒന്ന് ദയവ് ചെയ്ത് ഒന്ന് ചിന്തിക്കണമെന്ന് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യണം. നിങ്ങൾക്കൊക്കെ എന്നോട് നല്ല സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നില്ല, അപ്പൊ എന്റെ പേര് നിറഞ്ഞു നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കും. കുറെ കാലമായിട്ടുള്ള ബന്ധങ്ങളുള്ളതല്ലേ. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രവർത്തനങ്ങളൊന്നും പൂർണ്ണമായും മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പൊ 2 ചെയർപേഴ്സൺമാരും പരസ്യമായി വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അല്ല, അതായത് രാഷ്ട്രീയം ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏത് വിധത്തിലാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഓരോ വ്യക്തികൾ ഓരോ സംഭവങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലർക്ക് ഈ പറയുന്ന രീതിയിൽ ചില സംഗതികൾ നടക്കുന്ന സമയത്ത് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചത് വരില്ല. രാഷ്ട്രീയത്തിൽ പല വിധത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങൾ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഫോറത്തിൽ ഞങ്ങൾ പറയും. ആ ഫോറത്തിലല്ലാതെ മൂന്നാമതൊരു സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പറയുന്ന ഒരു പ്രവണത ഞങ്ങളുടെ ഇടയിലില്ല. ഇതൊരു ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരല്ലേ. നിങ്ങളിപ്പോൾ ഞാൻ അജിത്തിനോട് എനിക്ക് ഒറ്റ സംശയമുള്ളൂ, നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണോ? അപ്പോൾ അല്ലല്ല, അതായത് നിങ്ങൾ പത്രം ആകെ ഒരു 10 മീഡിയക്കാരുണ്ട്, 2 അസോസിയേഷൻ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.
ഞങ്ങളിവിടെ ഭാരതീയ ജനതാ പാർട്ടി ഇല്ല. നിങ്ങള് എൻ്റെ പ്രിയ സുഹൃത്ത് ജോണിന് ഒരു അക്രഡിഷൻ കൊടുക്കണം, നിങ്ങൾ എത്രയും പെട്ടെന്ന്. അത് മാത്രമേ എനിക്കൊരു അഭ്യർത്ഥന. എത്രയും പെട്ടെന്ന് പ്രസ് ക്ലബിൽ ഒരു അംഗത്വം കൊടുക്കണം. ഈ ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ നിങ്ങളുടെ ലൈൻ മനസ്സിലാക്കാൻ പറ്റാതെ പോയ ആളാണോ പ്രിയാജയൻ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് അവരുടെ താല്പര്യം, അവർ വലിയൊരു ബിസിനസ് കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. അവർ പരമ്പരാഗതമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ടും അവർ കൂടുതൽ ശ്രദ്ധ അവരുടെ പരമ്പരാഗതമായി അവർക്ക് കിട്ടിയിട്ടുള്ള ആ ബിസിനസ്സിൽ സമയം കൊടുക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് എല്ലാവരും പറയും, ഞാൻ തിരിച്ച് കോടതിയിൽ പോകണമെന്ന് ആഗ്രഹിച്ച ആളാണ്. ഞാൻ അത്രയും സ്നേഹിച്ചൊരു പ്രൊഫഷനാണ്. പക്ഷേ പാർട്ടി പറഞ്ഞു ഞാൻ മത്സരിക്കണമെന്ന്. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഞാൻ മത്സരിക്കുകയാണ്. പാർട്ടി ഒറ്റക്കെട്ടായിട്ട് എൻ്റെ പിന്നിലുണ്ട് എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ഇത്തരമൊരു പരാമർശം പ്രവീണ ശശിധരൻ നടത്തിയത്. അല്ല, വൈസ് പ്രസിഡന്റിനെതിരെയാണ് നടത്തിയത്. അതിൽ പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു അച്ചടക്ക നടപടിയിലേക്ക് പോകും ജില്ലാ പ്രസിഡന്റിനോട്? ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, വാർഡുകളിലേക്ക് സമ്പർക്കത്തിനിറങ്ങുക, തെരഞ്ഞെടുപ്പ് വിജയിക്കുക, ജനങ്ങളെ കേൾക്കുക, ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുന്നതിനായി, സേവിക്കുന്നതിനായി കൗൺസിലർമാരായിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെല്ലാവരും മാറുക. അതിലാണ് ഇപ്പോൾ പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആ പ്രവർത്തനവുമായി ശക്തമായി BJPയുടെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും സംഘടനയും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. നാളെ രാവിലെ അനൗൺസ് ചെയ്യും. നോമിനേഷൻ കൊടുത്ത് തുടങ്ങി ആരംഭിച്ച് ഒരുമിച്ചായിട്ട് പോകുന്നില്ല, കൊടുത്ത് ആരംഭിച്ച് തുടങ്ങി. അവർ ഓക്കെ, താങ്ക് യു.